ചുണ്ടിലുള്ള ആ ഒരു പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ തന്നെ കുറയുകയും ചെയ്യുന്നുണ്ട്. ഡെഡ് സെൽസ് പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പലരും ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിച്ചിട്ട് ചുണ്ട് വല്ലാതെ പിഗ്മെന്റഡ്, അതായത് കറുത്ത് പോയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. പിന്നെ ചുണ്ടിന് നമ്മുടെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള നിറമൊക്കെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുമായിരിക്കും അല്ലെ. അപ്പൊ എന്റെ ചുണ്ടും ഇതുപോലെ തന്നെ ലിപ്സ്റ്റിക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് വല്ലാതെ പിഗ്മെന്റഡ് ആയി പോവുകയും ആ ചുണ്ടിന് സ്വാഭാവികമായിട്ടുള്ള നിറം നഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ആ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ നിറം നമുക്ക് വീണ്ടെടുക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ഒത്തിരി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്റേത് ഇപ്പോഴും അങ്ങ് റിക്കവർ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. ആ ഒരു ചുണ്ടിന്റെ പഴയ നിറം എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. കാരണം ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് ലിപ്സ്റ്റിക്കിൽ ബെൻസോയിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ബെൻസോയിക് ആസിഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചുണ്ട് പിഗ്മെന്റഡ് കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന് ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കിനെ എടുത്തിട്ട് ഞാൻ പാടെ അങ്ങ് മാറ്റി വെച്ചിട്ടോ. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എനിക്ക് എമർജൻസി ആണെന്ന് തോന്നുന്ന ഒരു ഒക്കേഷൻ വന്നാൽ മാത്രം ഞാൻ ലിപ്സ്റ്റിക് ഉപയോഗിക്കത്തുള്ളൂ എന്ന് മനസ്സിൽ തന്നെ പറഞ്ഞിട്ടോ. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ ലിപ് ബാം തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. രണ്ടാമത് ഞാൻ ചെയ്ത കാര്യം, 3 മാസം മുന്നേ ഞാൻ എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവ് സിറ്റി കൺഷൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറിൽ പോയായിരുന്നു. അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ലിപ് സ്ക്രബും ലിപ് ബാമും പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. കാരണം ലിപ് സ്ക്രബ് എപ്പോഴും മിക്സ് ചെയ്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പൊ ഇതാണ് ആ 2 ബോട്ടിൽ കേട്ടോ. അപ്പൊ ഇത് ലിപ് സ്ക്രബും ഇത് ലിപ് ബാമും ആണ്. അപ്പൊ ഞാനിപ്പോ ഒരു 3 മാസത്തോളം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അപ്പൊ ഇത് ഏകദേശമൊക്കെ ഇത് കഴിയാറായിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ നമ്മുടെ ലിപ് ബാമിന്റെ ബോട്ടിൽ ഉണ്ടോ, ഇതിന്റെ ഫ്രണ്ടിൽ കൊക്കോ ഷിയ ബട്ടർ എന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം തേഞ്ഞു വാഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പൊ ഞാൻ കരുതി നിങ്ങൾക്ക് എന്താണ് റിവ്യൂ പറയാന്ന്. കാരണം എനിക്ക് അത്യാവശ്യം റിസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ്. പിന്നെ അതിന് കൂടെ കിട്ടിയ ലിപ് സ്ക്രബാണിത്. ഇത് ക്യാരറ്റ് ആൽമണ്ട് ലിപ് സ്ക്രബും ഇത് കൊക്കോ ഷിയ ബട്ടറിന്റെ ടിൻഡഡ് ലിപ് ബാമും ആണ്. അപ്പൊ ഇത് രണ്ടും കൊണ്ട് എങ്ങനെയാണ് ഞാൻ എന്റെ ചുണ്ടിന്റെ ആ ഒരു പിഗ്മെന്റേഷൻ കുറച്ചതെന്നാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. പക്ഷെ നമ്മളിത് ഇന്ന് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞിട്ട് നാളെ തന്നെ നമ്മുടെ ലിപ്പിൽ ആ ഒരു പിഗ്മെന്റേഷൻ ഒന്നും മാറത്തില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് കാര്യങ്ങൾക്കും റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഒന്നിടവിട്ട ദിവസങ്ങളാണ് ലിപ് സ്ക്രബ് ചെയ്യുന്നത്. ലിപ് ബാം ഞാൻ രാവിലെയും രാത്രിയും ഉച്ചക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ, ഇത് ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യമേ തന്നെ പറയാൻ, ഞാൻ എന്റെ ചുണ്ടിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ചുണ്ടിൽ ലിപ് സ്ക്രബ് ആദ്യം അപ്ലൈ ചെയ്യാം. അപ്പൊ ലിപ് സ്ക്രബ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഡെഡ് സെൽസ് എപ്പോഴും ചുണ്ടിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പൊ പ്രോപ്പർ ആയിട്ട് അത് നീക്കം ചെയ്താൽ മാത്രമേ നമ്മുടെ ചുണ്ടിന് ആ ഒരു തിളക്കമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം നമ്മൾ തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചുണ്ട് ഇപ്പൊ ഒന്ന് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ലിപ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ക്യാരറ്റ് ആൽമണ്ടിന്റെ ലിപ് സ്ക്രബ് ആണ് നമുക്ക് എടുക്കാം. കണ്ടോ, തരിയായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചുണ്ടിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വിരലുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ബ്രഷ് ചെയ്യണത് പോലെ നമ്മുടെ ചുണ്ടുകൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലത്തെ ലിപ് സ്ക്രബുകൾ നമുക്ക് പുറത്തൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. കുറച്ച് പഞ്ചസാര എടുക്കുക, എന്നിട്ട് മിക്സിയുടെ ജാലിട്ട് ഒന്ന് വിപ്പ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യാൻ പാടുള്ളൂ, ഒത്തിരി പൊടിഞ്ഞൊന്നും പോകാൻ പാടില്ല. അത് നമ്മൾ ചെറിയൊരു ബോട്ടിലോ ഒരു കണ്ടെയ്നർ, ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ, അതൊന്ന് ഒഴിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു മിക്സിന്റെ പരുവത്തിൽ കിട്ടും കേട്ടോ. അപ്പൊ ഇത് ക്യാരറ്റിന്റെയും ആൽമണ്ടിന്റെയും ഓയിലും കൂടിയുള്ള മിക്സ് ആട്ടോ. അപ്പൊ നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ 2-3 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ലിപ് സ്ക്രബ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓയിലിന്റെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടിന് ആ ഒരു മോയ്സ്ചറൈസേഷൻ നല്ല രീതിയിൽ തന്നെ ലോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലാണ്. അപ്പൊ ആൽമണ്ട് ഓയിൽ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പൊ ഇത് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ലിപ് സ്ക്രബ് അപ്ലൈ ചെയ്തിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു നനഞ്ഞ കോട്ടൺ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. ഈ കോട്ടണിന് ചെറുതായിട്ട് ഡെഡ് സെൽസ് ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ലിപ് സ്ക്രബിന്റെ ഒപ്പം തന്നെ കിട്ടിയിട്ടുള്ള ലിപ് ബാം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് കൊക്കോ ബട്ടറിന്റെ ലിപ് ബാം ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഏകദേശം ഒക്കെ ഉപയോഗിച്ച് തീരാറായിട്ടുണ്ട്. ഇതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്.
നമ്മുടെ ചുണ്ടിലുള്ള ആ ഒരു പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ തന്നെ കുറയുകയും ചെയ്യുന്നുണ്ട്. ഡെഡ് സെൽസ് പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പതുക്കെ പതുക്കെ ഡെഡ് സെൽസ് മാറി മാറി നമ്മുടെ ചുണ്ടിന് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു നിറം തിരിച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ.